ശർമ്മജി, ഇത് നമുക്കൊരു കത്ത് ശ്രീജിത്ത് എഴുതുന്നതാണ്, ആ കൊല്ലത്ത് നിന്ന്. ആ താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. സന്തോഷം. ശ്രീജിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ പഠനത്തിനനുസരിച്ചിട്ടുള്ള ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഭാവിയിൽ എങ്ങനെയാണ് പഠനത്തിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടുമോ, ജീവിത പുരോഗതിയെക്കുറിച്ചൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ടാണ്. സോ പഠിത്തമുണ്ട്, അതിനകത്തുള്ള ജോലിയും വലിയ പഠിത്തം ഡിഗ്രി ഒക്കെ അനുസരിച്ചുള്ള ഒരു നല്ല ജോലി, നല്ല ശമ്പളം, വരുമാനം, ഇൻകം ഒന്നുമില്ല. അതാണ്. ജീവിത പുരോഗതിയെക്കുറിച്ച് അറിയണം. ജീവിത പുരോഗതിയും ഇല്ല. ഒരാളെ ജന്മം മുതൽ അല്ലെങ്കിൽ ഒരു 10-15 വയസ്സ് മുതൽ അല്ലെ 18 വയസ്സ് മുതൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ 21 വയസ്സായി പഠിച്ചു, 21 ഡിഗ്രിയൊക്കെ എടുത്തു, ഉപരിപഠനമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നില്ല. എന്താണ്? കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു എന്ന ഗീതാവചനങ്ങൾ, അത് കുറേയൊക്കെ ജ്യോതിഷത്തിനകത്തും അതിനകത്ത് സത്യമുണ്ട്. കാരണം നാം പഠിച്ചു എന്ന് വിചാരിച്ചാൽ ആ പഠിത്തം അനുസരിച്ച് അപ്പോൾ തന്നെ ജോലി കിട്ടണം എന്നില്ല. ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ മറ്റ് ചില വ്യവസ്ഥകൾ അവർക്കും തലവേദനയാണ്. എല്ലാ വ്യവസ്ഥകളും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ പിന്നെ എന്തിനായി സമയം, ദശാകാലം, യോഗം, ജ്യോതിഷം, ദൈവം, നേർച്ചകൾ എല്ലാം തരണമെന്നില്ല. എല്ലാം ഒന്ന് അല്പം വിഷമിപ്പിച്ചിട്ടേ നമുക്ക് കിട്ടാവുള്ളൂ. ഉദാഹരണത്തിന്, നല്ലവണ്ണം വിശന്നിരുന്നിട്ട് ആഹാരം കഴിച്ചു നോക്കാം. ആ ആഹാരത്തിന് നല്ല രുചിയും അത് കഴിച്ച ഉടനെ നല്ല വിശപ്പും ഒക്കെ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് വലിയ പരാതികളില്ല. അതേസമയം വയറ് നിറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പരിപ്പ്, പപ്പടം, നെയ്യ്, കാളനോലൻ, അവിയൽ, പ്രഥമൻ ഇതെല്ലാം കൊണ്ടുവന്നാലും എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു വിശപ്പ് കുറവ്, സ്വാദ് കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിലെ കടുക് പൊട്ടിച്ച് ശരിയായില്ല, സാമ്പാറിന് മൂപ്പ് കൂടിപ്പോയി, അല്ലെ പ്രഥമന് അല്ലെങ്കിൽ അടപ്പായസത്തിന് അങ്ങോട്ട് കടിക്കുന്നില്ല, പോരാ എല്ലാം. അതേസമയം നല്ല വിശന്നിരിക്കുക, അല്ലെ ഒരു ദിവസത്തെ വിശപ്പുണ്ട്, കിട്ടുന്നത് പഴയഞ്ചോറാണെങ്കിലും നല്ല സുഖമായിട്ട് കഴിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അതുപോലെ ജോലി കിട്ടാതിരുന്ന് കിട്ടിക്കഴിയുകയാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ സ്ഥലമൊന്നുമില്ലാതെ ഉറക്കാൻ ബുദ്ധിമുട്ടി ഉറങ്ങാനുള്ള അവസരം കിട്ടിയാൽ പെട്ടെന്ന് ഉറക്കം വരും. അതുപോലെ വസ്തുവോ വീടോ വണ്ടിയോ പൊന്നോ ഒക്കെ കിട്ടാൻ വളരെ ദാരിദ്ര്യത്തോട് കൂടിയിട്ട് പിന്നെ കിട്ടുകയാണെങ്കിൽ അതിനെല്ലാം ഒരു വിലയും നിലയും ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലെന്നാണ്. കാരണം ഇദ്ദേഹത്തിന് ഗജകേസരി യോഗമാണ്. അതായത് കേസരി യോഗമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ, ജാതക നിലയിൽ അല്ലെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് കർക്കടകം, ധനു, മീനം എന്നീ രാശികളിൽ വ്യാഴഗ്രഹം 4, 7, 10 എന്നീ സ്ഥാനങ്ങൾ സ്വീകരിച്ച് നിൽക്കുക. അതായത് ചന്ദ്രൻ്റെ നിൽക്കുന്ന രാശി മുതൽ 4ാമത്തെ രാശി വ്യാഴക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുക, 7ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുക, 10ാമത്തെ രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുക. വ്യാഴം നിൽക്കുന്ന രാശിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് 4ാം ഭാവത്തിൽ നിന്നാൽ സാമാന്യേന ഒരു 140% കേസരി യോഗം. 7ാം രാശിയിൽ വ്യാഴക്ഷേത്രം സ്വീകരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു 70% കേസരി യോഗം. 10ാം സ്ഥാനത്ത് വ്യാഴഗ്രഹം വ്യാഴക്ഷേത്രത്തിൽ ചന്ദ്രാൽ, 10ാം രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ വ്യാഴഗ്രഹം മറ്റ് അശുഭഗ്രഹങ്ങളുടെ കൂടെയൊന്നും അല്ലാതെ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ഗജകേസരി യോഗം. ഇവ തങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു കോളേജിൽ പഠിക്കുന്നു, +1 പഠിക്കാം, ഡിഗ്രിക്ക് പഠിക്കാം, ഹയർ ഡിഗ്രിക്ക് പഠിക്കാം എന്ന് പറയുന്ന പോലെ
ആ യോഗ നിലകൾക്കും ഡിഗ്രി ബലമുണ്ട്. ആ ഡിഗ്രി ബലം അനുസരിച്ച് വരുമ്പോൾ 27-നും 30-നും മധ്യേ ജോലി, ശമ്പളം, കല്യാണം, വസ്തു, വീട്, വാഹനം മുതലായതൊക്കെ വരുന്ന കേസരി യോഗമുണ്ട്. 30-നും 37-നും മധ്യമുണ്ട്. 40 മുതലുണ്ട്. ഓരോ കാലഘട്ടങ്ങളുണ്ട്. എന്താണ് കേസരി യോഗം? ഒരു കുടുംബത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു ഫോർമുലയുടെയോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെയോ ഒരു സ്റ്റേറ്റിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു പുതിയ കണ്ടുപിടുത്തത്തിൻ്റെയോ അല്ലെ ഒരു പറ്റം സമൂഹത്തിൻ്റെ വേണ്ടിയിട്ടോ അതിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതായത് ഭാഗ്യവാൻ ഏതാണ്ട് 1000 പൂർണ്ണചന്ദ്രനെ ഉദിച്ചസ്തമിച്ച് കാണത്തക്ക രീതിയിൽ ഭൂമിയിൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ ശരാശരി 83.5-84 വയസ്സ് വരെ ദീർഘായുസ്. ഇങ്ങനെ ഒക്കെയുള്ള ഭാഗ്യങ്ങളുള്ളത് കൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ വക മേഖലകളിൽ ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചേരുകയും നല്ല ജീവിതം ഉണ്ടാകുകയും നല്ല പദവിയിൽ നിൽക്കുകയും ചെയ്യും. കഴിവതും വ്യാഴപുഷ്ടി ചെയ്ത് മുന്നോട്ട് പോകുക. ഓരോരുത്തർക്കും കേസരി യോഗം ഓരോ തരത്തിലായതുകൊണ്ട് അവർ അതിൽ ഉയരേണ്ടതിന് വ്യാഴപുഷ്ടി ഓരോ തരത്തിലാണ്. അത് നേരിൽ ബന്ധപ്പെട്ടാൽ ആ വക കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാവുന്നതാണ്.